ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹീതരായ പ്രിയ സൗരന്മാരെ, ഏവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. എങ്കിലും കർത്താവായ ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാം ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ആഴമേറിയ കരുണ നമ്മുടെ മേൽ എത്രമാത്രം വർഷിക്കപ്പെടുന്നു. വിലാപങ്ങൾ 3-ാം അധ്യായം അതിന്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. കർത്താവിന്റെ വലിയ സ്നേഹം ഒരിക്കലും ക്ഷയിച്ചു പോകുന്നില്ല. അവന്റെ കരുണകൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അവ എല്ലാ ദിവസവും രാവിലെ പുതിയതാണ്. നാം ലോകത്തിനെ ആശ്രയിച്ച് ലോകത്തിന്റെ തിന്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ദൈവത്തിന് അകലുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കാതെ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം സഞ്ചരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സ്നേഹത്തിന് അയോഗ്യരാണ്. ദൈവത്തിന്റെ സ്നേഹം ആരംഭിക്കുന്നത് അവിടെയാണ് ദൈവ സ്നേഹത്തിന്റെ ഭംഗി ആരംഭിക്കുക. നാം കുഴപ്പത്തിലാവുമ്പോൾ കർത്താവിന്റെ കരുണ പ്രവർത്തിച്ചു തുടങ്ങുന്നു. നമുക്ക് ചുറ്റും രക്ഷാ കവചമായി അത് നിലകൊള്ളുന്നു. കർത്താവിന്റെ കരുണ ആഴമില്ലാത്തതോ ക്ഷണികമോ അല്ല. അത് ആഴമേറിയതും സ്ഥിരവും വ്യക്തിപരവുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. പാപം വർദ്ധിക്കുന്നിടത്ത് കർത്താവിന്റെ കൃപ വർദ്ധിക്കുന്നു. പാപം പെരുകുന്നിടത്തും കർത്താവിന്റെ കരുണയും കൃപയും ഉയരുന്നു. കർത്താവിന്റെ കരുണ പൂർണ്ണമാണ്. ധൂർത്തപുത്രനിലേക്ക് കടന്നു വരാം. പിതാവ് സ്വത്തിന്റെ ഓഹരിയുമായി തന്നെ വിട്ടുപോയ മകനെ ദേഷ്യത്തോടെ കാത്തിരുന്നില്ല. അവൻ അടുത്ത് വന്നപ്പോൾ കരുണയോടെ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവനെ കെട്ടിപ്പിടിച്ചു. സങ്കീർത്തനം 51:17 പറയുന്നു, കർത്താവേ, താഴ്ന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ നീ നിരസിക്കുകയില്ല. ദാവീദ് തന്റെ അധാർമിക പരാജയത്തിന് ശേഷം കർത്താവിലേക്ക് തിരിഞ്ഞു. അവൻ കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന ആ വലിയ കരുണയെ, ആ വലിയ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു. കർത്താവിന്റെ കരുണ നമ്മെ പുനർനിർമ്മിക്കുന്നു. നാം കർത്താവിന് എത്ര ദൂരം അകന്നു പോയാലും അത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസത്തെ സൂര്യ ഉദയത്തിലൂടെയും കർത്താവ് നമ്മോട് പറയുന്നു, എന്റെ മാറ്റമില്ലാത്ത കരുണ നിന്നോടൊപ്പമുണ്ട്. അത് നിന്റെ നന്മയെ പ്രതിയല്ല, തന്റെ മാറ്റമില്ലാത്ത ആ കൃപയെ പ്രതി. ആദം മുതൽ പൗലോസ് വരെ വ്യാപിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ കരുണ, പത്രോസിന്റെ നിഷേധം മുതൽ നമ്മുടെ ജീവിതത്തെ പരാജയങ്ങൾ വരെ കർത്താവിന്റെ കരുണ ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ ജീവിതകാലം മുഴുവനും കർത്താവിന്റെ കരുണ പിന്തുടർന്നുകൊണ്ടേയിരിക്കുവാനും അത് ലഭിക്കുവാനുമായി നമുക്ക് കണ്ണുകളടച്ച് കർത്താവോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വിലയേറിയ കരുണ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. സർവ്വ പരാജയങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ വിടുവിച്ച് വിജയികളാക്കി മാറ്റണമേ. അവിടുത്തെ സ്വർഗരാജ്യത്തെ അവകാശികളായി മാറ്റുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം.